ജോലിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൂടെയോ നിങ്ങളുടെ ജോലിയുടെ കൂടെയോ ഒരു എക്സ്ട്രാ ഇൻകം നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായതും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതും ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ ഇരുന്ന് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇവിടെ, ഒരു ഓൺലൈൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ, അതായത് പല പ്രമുഖ ബാങ്കുകളുടെയും NBFCസിൻ്റെയും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അംഗീകൃത ലോൺ ആപ്പുകളുടെയൊക്കെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ, അതായത് പേഴ്സണൽ ലോണുകൾ, ഇൻസ്റ്റൻറ്റ് ലോൺ, ബിസിനസ് ലോൺ, ഹോം ലോൺ, പ്രോപ്പർട്ടി ലോൺ, ക്രെഡിറ്റ് കാർഡുകൾ, അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പണിംഗ്, അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത്. എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളൊരു ഏജൻസി കോഡ്, ഒരു DSA ഏജൻസി കോഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഫിൻടെക് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കിട്ടും. ഇത് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ നമ്പർ 1 ഫിൻടെക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, അതും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഈ ഫിൻടെക് പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി പ്രമുഖ ബാങ്കുകളും NBFCസും RBI അപ്രൂവ്ഡ് ലോൺ ആപ്പുകളൊക്കെ കണക്റ്റഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ ഇരുന്നുകൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ സെല് ചെയ്യാനായിട്ട് സാധിക്കും, അതും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഞാൻ ഈ ഡാഷ്ബോർഡ് ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങളെ. അപ്പോൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോം, ഒരു DSA ഒരു ഏജൻസി പ്ലാറ്റ്ഫോം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ എത്ര ലീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ആ ലീഡിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ സർവീസാണുള്ളതെന്ന് നോക്കാം. സേവിങ് അക്കൗണ്ട് നമുക്ക് സെല് ചെയ്യാം, ഡിമാറ്റ് അക്കൗണ്ട് സെല് ചെയ്യാം, ക്രെഡിറ്റ് ലൈൻ സെല് ചെയ്യാം, ക്രെഡിറ്റ് കാർഡുകൾ സെല് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും, പേഴ്സണൽ ലോൺ സെല് ചെയ്യാം, ബിസിനസ് ലോൺ സെല് ചെയ്യാം, ഹോം ലോൺ സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും കാറ്റഗറിയിൽ നമ്മൾക്ക് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സേവിങ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്, ടൈഡ് ബിസിനസ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം, ആക്സിസ് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്, DBS ബാങ്ക്, IDFC ബാങ്ക്, അങ്ങനെ പല ബാങ്കുകളുടെയും സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡസിൻഡ് ബാങ്ക്, SBI, ആക്സിസ്, HDFC, നമുക്ക് ധാരാളം ബാങ്കുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബാങ്കുകളുടെ എല്ലാം ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് സെല് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ലോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റിസർവ് ബാങ്ക് അംഗീകൃത ലോൺ ആപ്പുകളുണ്ട്. സ്മാർട്ട് കോയിൻ, ക്രെഡിറ്റ് ബി, അതുപോലെ ടാറ്റ ന്യൂ, ആദിത്യ ബിർള പേഴ്സണൽ ലോൺ, ഇൻക്രെഡ്, HDFC, ഇൻഡസിൻഡ് ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ, ഫൈബ് ലോൺ, അങ്ങനെ ധാരാളം പേഴ്സണൽ ലോണുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രമുഖ ബാങ്കുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ പ്രമുഖ NBFCs വരുന്നുണ്ട്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് വരുന്നുണ്ട്, റിസർവ് ബാങ്ക് അംഗീകൃത ടോപ്പായിട്ടുള്ള RBI അപ്രൂവ്ഡ് ലോൺ ആപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 650 തൊട്ടൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഈസി ആയിട്ട് പേഴ്സണൽ ലോണുകൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടാറ്റ ക്യാപിറ്റൽ ബിസിനസ് ലോൺ ഉണ്ട്, IIFL ഫിനാൻസ് ബിസിനസ് ലോണൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഹോം ലോണും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഡാഷ്ബോർഡ് കിട്ടും. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വരുന്ന ലീഡ്സ്, ഇവിടെ നിങ്ങൾക്ക് ലീഡ്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ലീഡ്സ് കാണാനായിട്ട് സാധിക്കും, അതിൻ്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും, കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കാണാം ഷെയർ യുവർ പേഴ്സണലൈസ്ഡ് വെബ്സൈറ്റ്. അത് നിങ്ങൾക്ക് മാത്രമായിട്ടൊരു പേഴ്സണലൈസ്ഡ് വെബ്സൈറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴി എവിടെ നിന്ന് ആരൊക്കെ കയറി അപ്ലൈ ചെയ്താലും ആ ലീഡ്സ് എല്ലാം നിങ്ങളുടെ ലീഡ്സ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണിത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു QR കോഡ് കാണും. ആ QR കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു QR കോഡ് കിട്ടും. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അത് ത്രൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ലീഡ്സും കാര്യങ്ങളും അതിൻ്റെ സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ ലോണാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ
പേഴ്സണൽ ലോൺ ഓപ്ഷനിൽ പോകുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതൊക്കെ പേഴ്സണൽ ലോണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഇൻഡസിൻ പേഴ്സണൽ ലോൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആ പ്രോഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ് അത് കിട്ടുന്നത്, അതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറത്തായിട്ട് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അത് കൊടുത്തിട്ടുണ്ട്. സെൻഡ് ഷെയറിംഗ് ലിങ്ക് ഓഫ് ഇൻഡസിൻ പേഴ്സണൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. പാൻ നമ്പർ എൻ്റർ ചെയ്യുക, 5ാമത്തെ സ്റ്റെപ്പിൽ OTP വരെ അത് കൊടുക്കുക, 6ാമത്തെ സ്റ്റെപ്പിൽ ആഡ് ലോൺ റിക്വയർമെൻറ്റ് എത്ര എമൗണ്ട് ആണോ കൊടുക്കുക, 7ാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, 8ാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, അത് വിശദമായിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, ഹൗ ഇറ്റ് വർക്ക്സിൽ ക്ലിക്ക് ചെയ്ത്. ഇനി അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ കാറ്റഗറിക്കാർക്ക് കൊടുക്കാം, ഏജ് എത്ര ഇൻകം വരെ ഉള്ളവർക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഓക്കുപ്പേഷണൽ ടൈപ്പ് എന്താണ്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. വൂം ടു സെൽ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലോൺ ആർക്കൊക്കെ സെല് ചെയ്യാം, 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാം. മന്ത്ലി ഇൻകം 15,000 തൊട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്രെഡിറ്റ് സ്കോർ 680 തൊട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോപ്പി ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് കസ്റ്റമറിന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കസ്റ്റമറിന് അവിടുന്ന് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ലെങ്കിൽ സെൽ നൗവിൽ പോയിട്ട് നമുക്ക് തന്നെ കസ്റ്റമറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ചെക്ക് പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഇൻ യുവർ സിറ്റി എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് അവിടെ നിങ്ങളുടെ പിൻകോഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിൻ്റെ പിൻകോഡിൽ ഈ ഒരു ബാങ്ക് സേവനം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ആദ്യം. അങ്ങനെ ഓരോ പ്രോഡക്റ്റിൻ്റെയും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക്, നമ്മളിപ്പോൾ നോക്കിയത് പേഴ്സണൽ ലോണാണ്. ഇപ്പോൾ സേവിങ്സ് ആണെങ്കിൽ എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സേവിങ് അക്കൗണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്ക് ഏറ്റവും മേളിൽ കാണാം ചെക്ക് പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഇൻ യുവർ സിറ്റി. അവിടെ നിങ്ങൾ ഇതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക, അവിടെ ആ ഒരു പിൻകോഡിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അക്കൗണ്ടിൻ്റെ, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ആർക്കൊക്കെ സെല് ചെയ്യാം, വിശദമായിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ് അതുപോലെ എടുത്തിട്ട് അതിൻ്റെ എലിജിബിലിറ്റി ആർക്കൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അവർക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് വൈസ് അങ്ങനെ നമുക്ക് എടുത്ത് പിൻകോഡ് വൈസ് അവൈലബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡാഷ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സിമ്പിൾ വെബ് പോർട്ടൽ ത്രൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനും അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും ഓരോ പ്രോഡക്റ്റ് വൈസ് അതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, ആർക്കൊക്കെ സെല് ചെയ്യാം എന്നെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുകയോ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മാർക്കറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്ത് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സർവീസ് ചാർജ് എത്രയാണോ അത് നമ്മൾ ഫേസ്ബുക്ക് ആഡിന് ആവശ്യമായി വരുന്ന ഫണ്ട് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഈസി ആയിട്ട് സെല് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ധാരാളം ആൾക്കാർക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ട്, ബിസിനസ് ലോൺ ആവശ്യമുണ്ട്, പേഴ്സണൽ ലോൺ ആവശ്യമുണ്ട്, ഹോം ലോൺ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഈസി ആയിട്ട് സോഷ്യൽ മീഡിയ വഴി കണ്ടെത്താനായിട്ട് സാധിക്കും ഇന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവർക്ക് അവരുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുക. സെയിൽസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു 50,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാൻ ഇന്ത്യ മുഴുവൻ ചെയ്യാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ചെറുതാണ്, വളരെ ചെറിയ, ഒരു ബിരിയാണി കഴിക്കുന്ന പൈസ പോലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്രയും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു പാൻ ഇന്ത്യൻ ബിസിനസ് അവസരമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള ഒരു ജോബ് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പോലും ഒരു മാസം നല്ലൊരു വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്തുകൊണ്ട് നല്ലൊരു എക്സ്ട്രാ വരുമാനം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലോഞ്ചിങ് ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം.